നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജയിലിലായ CPM നേതാവിനെ കാണാൻ കോടതിയിലേക്ക് ജനപ്രവാഹം. CPMന്റെ ആദ്യകാല മുന്നണി പോരാളി സഖാവ് CK കുമാരൻ ഓർമ്മയായി. സിവിൽ സർവീസ് പരീക്ഷയിൽ 897 റാങ്ക് കേച്ചേരി സ്വദേശിക്ക്. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം തൃശൂർ ജില്ലാ സമ്മേളനം ജൂൺ 5-ാം തീയതി കുന്നംകുളത്ത്. വായ്പ നിഷേധിച്ച യൂക്കോ ബാങ്ക് കുന്നംകുളത്ത് കൗൺസിലർമാർ ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. ജയിലിലായ CPM നേതാവിനെ കാണാൻ കോടതിയിലേക്ക് ജനപ്രവാഹം. RSS പ്രവർത്തകന്റെ കൊലപാതക കേസിൽ സുപ്രീം കോടതി 7 വർഷം ശിക്ഷിച്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന CPM നേതാവ് M ബാലാജിയെ മറ്റൊരു കേസിൽ ഇന്ന് കുന്നംകുളം കോടതിയിൽ ഹാജരാക്കി. CPM ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ 2013 ജൂൺ 17-ന് DYFI കുന്നംകുളത്ത് സംഘടിപ്പിച്ച റോഡ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത കേസിൽ കോടതി വാറന്റിനെ തുടർന്നാണ് ഇന്ന് ബാലാജിയെ കണ്ണൂർ ജയിലിൽ നിന്ന് കുന്നംകുളം കോടതിയിൽ ഹാജരാക്കിയത്. വ്യാഴാഴ്ച കണ്ണൂർ ജയിലിൽ നിന്നും രാത്രി ചാവക്കാട് സബ് ജയിലിൽ കൊണ്ടുവന്ന ബാലാജിയെ ഇന്ന് രാവിലെ 10-ന് ചാവക്കാട്ട് നിന്നും 2 പോലീസുകാരുടെ അകമ്പടിയോടെയാണ് കുന്നംകുളം കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന ബാലാജിയെ കാണുവാൻ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരാണ് കോടതി പരിസരത്തേക്ക് ഒഴുകിയെത്തിയത്. ബാലാജിയുടെ ജന്മനാടായ കൊരട്ടിക്കരയിൽ നിന്ന് സ്ത്രീകളടക്കം കോടതി പരിസരത്തേക്ക് വന്നിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുവന്ന ബാലാജിയെ കർഷക തൊഴിലാളികളായ സ്ത്രീകൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർമാൻ PM സുരേഷ്, CPM ഏരിയ സെക്രട്ടറി TK വാസു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK സതീശൻ, UP ശോഭന, CPM നേതാക്കളായ MN സത്യൻ, PN സുഖദേവൻ, K കൊച്ചനിയൻ, KP രമേശ് തുടങ്ങിയവരും കടവലൂർ പഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തകരും കോടതിയിൽ എത്തിയിരുന്നു. 1 മണിക്കൂറോളം പുറത്തു ചെലവഴിച്ചതിനു ശേഷം 11-ന് അഡ്വക്കേറ്റ് KS ബിനോയിയുടെ സാന്നിധ്യത്തിൽ കോടതിയിൽ ഹാജരായി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം പുറത്തു കടന്ന ബാലാജിയെ പോലീസ് അകമ്പടിയോടെ ജീപ്പിൽ കയറ്റി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. കുന്നംകുളത്തെ CPMന്റെ ഒരുവിധം നേതാക്കൾ കോടതിയിൽ എത്തിയെങ്കിലും സഹോദരനും ജില്ലാ കമ്മിറ്റി അംഗവുമായ ബാബു M പാലിശ്ശേരിയുടെ അസാന്നിധ്യം പ്രകടമായിരുന്നു. ജനകീയ സമരങ്ങളിൽ പങ്കെടുത്തതിന് M ബാലാജിക്കെതിരെ നിലവിൽ 13 കേസുകളുണ്ട്. LDF സർക്കാർ അധികാരത്തിൽ വന്ന് 1 വർഷം കഴിഞ്ഞിട്ടും UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാത്തതിൽ പാർട്ടി പ്രവർത്തകരിൽ വ്യാപകമായ അമർഷമുണ്ട്. പുതിയ സർക്കാർ വന്നെങ്കിലും കേസുകളുടെ കാര്യത്തിൽ ഒന്നും ശരിയായിട്ടില്ലെന്നാണ് പ്രവർത്തകരുടെ പരാതി. ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ ഒഴികെയുള്ള കേസുകൾ സർക്കാരുകൾ മാറുമ്പോൾ എഴുതി തള്ളാറാണ് പതിവ്. CPMന്റെ ആദ്യകാല മുന്നണി പോരാളി സഖാവ് CK കുമാരൻ ഓർമ്മയായി. ചാവക്കാട് മേഖലയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് സംഘാടകനും CPIMന്റെ മുതിർന്ന നേതാവുമായ സഖാവ് CK കുമാരൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അന്ത്യം. തൃശൂർ ജില്ലാ CPM സെക്രട്ടേറിയറ്റ് അംഗമായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് മുന്നോട്ടിറങ്ങിയ തൃശൂർ ജില്ലയിലെ ആദ്യകാല നേതാവാണ് CK കുമാരൻ. VS അച്യുതാനന്ദനുമായി പ്രത്യേക അടുപ്പം എന്നും സൂക്ഷിച്ചിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു CK കുമാരൻ. VS അച്യുതാനന്ദനെ പോലുള്ള പല പ്രമുഖ നേതാക്കന്മാരും കുമാരേട്ടനെ കാണാൻ ഇടയ്ക്കിടെ വീട്ടിലെത്താറുണ്ടായിരുന്നു. മൃതദേഹം ഇന്ന് രാവിലെ 10 മണിക്ക് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലും 12 മണിക്ക് ചാവക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് വീട്ടിലും പൊതുദർശനത്തിൽ വെച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ കുമാരേട്ടനെ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് ശവസംസ്കാരം വീട്ടുവളപ്പിൽ വെച്ച് നടന്നു. സിവിൽ സർവീസ് പരീക്ഷയിൽ 897 റാങ്ക് കേച്ചേരി സ്വദേശിക്ക്. 2016-2017 സിവിൽ സർവീസ് പരീക്ഷയിൽ 897 റാങ്ക് കരസ്ഥമാക്കിയ KS ഷഹൻഷാ കേച്ചേരിക്ക് അഭിമാനമായി. കേച്ചേരി തൂവാനൂർ സ്വദേശിയും അലങ്കാർ ബസ് ഉടമയുമായ ഷാജഹാന്റെയും അൻസാർ ഹൈസ്കൂൾ ടീച്ചർ നബിയയുടെയും മകനാണ് ഷഹൻഷാ. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മെക്കാനിക് എഞ്ചിനീയറിംഗിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഷഹൻഷാ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഡൽഹി ശിവാജിറാം കോളേജിലാണ് പഠിച്ചത്. ഇവിടെ പഠിക്കുന്ന സമയത്ത് സെന്റർ ആംഡ് പോലീസ് ഫോഴ്സിൽ ഓൾ ഇന്ത്യ UPSC പരീക്ഷ എഴുതി. അഖിലേന്ത്യാ തലത്തിൽ 14-ാം റാങ്ക് നേടി. CISF അസിസ്റ്റന്റ് കമാൻഡ് സെലക്ഷൻ ലഭിച്ചു. പഠനകാലത്ത് യൂണിവേഴ്സിറ്റി തലത്തിൽ വേഗതയേറിയ ഓട്ടക്കാരൻ കൂടിയായിരുന്നു. CMA അവസാന വർഷ വിദ്യാർത്ഥിനി ഫാത്തിമ ഷഹർബാൻ സഹോദരിയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം തൃശൂർ ജില്ലാ സമ്മേളനം ജൂൺ 5-ാം തീയതി കുന്നംകുളത്ത്. കോൺഗ്രസ് അനുകൂല ബസ് ഉടമ സംഘടനയായ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം തൃശൂർ ജില്ലാ സമ്മേളനം ജൂൺ 5-ന് വൈകിട്ട് കുന്നംകുളത്ത് നടക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ബിബിൻ ആലപ്പാട്ട്, സംഘാടക സമിതി ചെയർമാൻ KA അബ്ദുൾ അസീസ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം K മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് TJ രാജു, സെക്രട്ടറി ജോൺസൺ പയ്യാപ്പള്ളി, TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ പങ്കെടുക്കും. വിദ്യാഭ്യാസ അവാർഡ് വിതരണം, ബസ് ജീവനക്കാരെ ആദരിക്കൽ എന്നിവയും നടക്കും. ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷ സെന്റ്, അതേപോലെ തന്നെ ഇവിടുന്ന് ഓട്ടോറിക്ഷ തിരിഞ്ഞിട്ടോ ബസ് വരണോ നോക്കില്ല, അവിടെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെയാണ് ഇവിടെ തിരിയടവും കാര്യങ്ങളൊക്കെ. ഒരു വിഭാഗം നല്ല ഓട്ടോറിക്ഷ തൃശ്ശൂർ ഏറ്റവും നല്ല. വായ്പ നിഷേധിച്ച യൂക്കോ ബാങ്ക് കുന്നംകുളത്ത് കൗൺസിലർമാർ ഉപരോധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ സാമ്പത്തിക ദുർബല ജനവിഭാഗങ്ങൾക്കും താഴ്ന്ന വരുമാനക്കാർക്കും ഭവന വിദ്യാഭ്യാസ വായ്പ നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം നടപ്പിലാക്കാത്ത യൂക്കോ ബാങ്ക് അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വിമത വിഭാഗം കൗൺസിലർമാർ ബാങ്ക് ഉപരോധിച്ചു. പദ്ധതി പ്രകാരം വായ്പാ ആനുകൂല്യത്തിന് അർഹതയുള്ളവർ നിരവധി തവണ ബാങ്ക് കയറിയിറങ്ങിയിട്ടും അനുകൂല നിലപാടല്ല അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് കൗൺസിലർമാർ പറഞ്ഞു. പലരും ഈ പദ്ധതി പ്രകാരം വീട് നിർമ്മാണം ആരംഭിക്കാൻ വായ്പയ്ക്കായി കാത്തിരിക്കുകയാണെന്ന് കൗൺസിലർമാർ വ്യക്തമാക്കി. മുൻ നഗരസഭാ ചെയർമാൻ CV ബേബി, MS സുഗുണൻ, സോമശേഖരൻ, കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, സുമ ഗംഗാധരൻ, KK ആനന്ദൻ, നിഷ ജയേഷ്, ഇന്ദിര ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. വിപണി അടയ്ക്ക പുതിയത് 4200 രൂപ മുതൽ 4450 രൂപ വരെ, രണ്ടാം തരം 2900 രൂപ മുതൽ 3400 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ജയിലിലായ CPM നേതാവിനെ കാണാൻ കോടതിയിലേക്ക് ജനപ്രവാഹം. CPMന്റെ ആദ്യകാല മുന്നണി പോരാളി സഖാവ് CK കുമാരൻ ഓർമ്മയായി. സിവിൽ സർവീസ് പരീക്ഷയിൽ 897 റാങ്ക് കേച്ചേരി സ്വദേശിക്ക്. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം തൃശൂർ ജില്ലാ സമ്മേളനം ജൂൺ 5-ാം തീയതി കുന്നംകുളത്ത്. വായ്പ നിഷേധിച്ച യൂക്കോ ബാങ്ക് കുന്നംകുളത്ത് കൗൺസിലർമാർ ഉപരോധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി. Audio Jungle.